Assalamu alaikum. Good morning. Welcome back to our GS class. Today we are going to discuss our 6th chapter. A little effort, lot of work. What do you mean by effort and work? എന്താണ് effort അതുപോലെ തന്നെ work എന്താണെന്ന് നമുക്ക് ഈ ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യാം അല്ലേ. ഈ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ എന്താണ്? ലിറ്റിൽ ഇഫേർട്ട് എ ലോട്ട് ഓഫ് വർക്ക്. കുറച്ച് ഇഫേർട്ട് എടുത്തിട്ട് നമുക്ക് ഒരുപാട് വർക്ക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഹൗ ടു മേക്ക് എ വർക്ക് യൂസിങ് ലിറ്റിൽ ഇഫേർട്ട്, കുറച്ച് ഇഫേർട്ട് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് ഒരുപാട് വർക്ക്സ് ചെയ്യുമെന്ന് നോക്കാം. സോ ലുക്ക് അറ്റ് ദി ഫിഗർ. ഹിയർ ദ പരമുച്ചേട്ടൻ ഹസ്കിങ് എ കോക്കനട്ട്. ഈ ഫിഗറിൽ അല്ലേ പരമുച്ചേട്ടൻ എന്ത് ചെയ്യുന്നുണ്ട്? കോക്കനട്ട് ഹസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഹസ്കിങ് മീൻസ് പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇൻ വിച്ച് മെത്തേഡ് ഡു യു യൂസ് ഹസ്കിങ് കോക്കനട്ട് അറ്റ് യുവർ ആംസ് അല്ലേ? നിങ്ങളുടെ വീടുകളിലൊക്കെ ഇതുപോലെ കോക്കനട്ട് ഹസ്ക് ചെയ്യാറുണ്ട്. ഈ ഹസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏതൊക്കെ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യാറ്? യൂസിങ് ആക്സ് യൂസ് ചെയ്യാറുണ്ട്. കോടാലിയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ചില ആൾക്കാർ ചെയ്യാറുണ്ട്. ദെൻ ചോപ്പർ മീൻസ് വെട്ടുകത്തി യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കോക്കനട്ട് ഹസ്ക് ചെയ്യാറുണ്ട്. ദെൻ യൂസിങ് ഹസ്കിങ് ഡിവൈസ് അല്ലേ? ഇപ്പോൾ പരമുച്ചേട്ടൻ ഫിഗറിൽ തന്ന പോലെ എന്ത് യൂസ് ചെയ്തിട്ടാണ്? ഹസ്കിങ് ഡിവൈസ് യൂസ് ചെയ്തിട്ടാണ് പരമുച്ചേട്ടൻ കോക്കനട്ട് ഹസ്ക് ചെയ്യുന്നത്. അതുപോലത്തെ ഹസ്കിങ് ഡിവൈസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കോക്കനട്ട് ഹസ്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ 3 മെത്തേഡ്സിൽ വിച്ച് വൺ ഈസ് ദ ബെറ്റർ മെത്തേഡ്? ആക്സ് യൂസ് ചെയ്യുന്നതാണോ നല്ലത്? ചോപ്പർ യൂസ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഹസ്കിങ് ഡിവൈസ് യൂസ് ചെയ്യുന്നതാണോ നമുക്ക് ആ വർക്ക് ഈസിയർ ആയിട്ട് വരിക? ഏതാണ്? ഹസ്കിങ് ഡിവൈസ് അല്ലേ? പാറക്കോലൊക്കെ വെച്ചിട്ട് നമ്മൾ കോക്കനട്ട് ഹസ്ക് ചെയ്യുമ്പോഴാണ് നമ്മളുടെ ആ ഒരു വർക്ക് ഈസി ആയിട്ട് കിട്ടുക അല്ലേ? മറ്റേതൊക്കെ ആകുമ്പോൾ എന്താ ഒരുപാട് ടൈം എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സോ ദിസ് ടൈപ്പ് ഓഫ് മെഷീൻ ഈസ് കോൾഡ് സിമ്പിൾ മെഷീൻസ്. നമ്മളുടെ വർക്ക് ഈസി ആക്കുന്ന മെഷീൻസിനെ പറയുന്ന പേരാണ് സിമ്പിൾ മെഷീൻ. ദാറ്റ് ഹെൽപ്പ് ടു റെഡ്യൂസ് ദ എഫേർട്ട് ആൻഡ് ടു മേക്ക് ദ വർക്ക് ഈസിയർ. ഈ സിമ്പിൾ മെഷീൻസ് എന്ത് ചെയ്യുന്നു? നമ്മളുടെ വർക്ക് ഈസിയർ ആക്കാൻ വർക്ക് എന്ത് ചെയ്യുന്നു? സിമ്പിൾ മെഷീൻസ് ഈസി ആക്കി തരുന്നു. ഒരുപാട് ഇഫേർട്ടൊന്നും എടുക്കാതെ സിമ്പിൾ ഇഫേർട്ടിൽ തന്നെ അല്ലെങ്കിൽ ലിറ്റിൽ ഇഫേർട്ടിൽ തന്നെ നമ്മളുടെ വർക്ക് ഈസിയർ ആക്കി തരുന്നു. അപ്പോൾ ഇത്തരം ഡിവൈസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ ഹൗസസിൽ യൂസ് ചെയ്യാറുണ്ട്. സോ ലുക്ക് അറ്റ് ദി ഫിഗർ. സം സിമ്പിൾ മെഷീൻസ് ആർ ഗിവൺ ഹിയർ. ദെൻ ഫസ്റ്റ് വൺ അല്ലേ? ഫസ്റ്റ് ഫിഗർ എന്തിൻ്റെ ഫിഗറാണ് തന്നിട്ടുള്ളത്? ഹാമറിൻ്റെ ഫിഗർ. ദെൻ നെക്സ്റ്റ് വൺ ആണെങ്കിലോ സ്പാനർ. ദെൻ നെക്സ്റ്റ് സ്ക്രൂ ഡ്രൈവർ. ദെൻ നെക്സ്റ്റ് ഫിഗർ ആണെങ്കിലോ ഫോസപ്സ്. ദെൻ നെക്സ്റ്റ് ക്രാക്കർ. ദെൻ ലാസ്റ്റ് വൺ നൈഫിൻ്റെ ഫിഗർ തന്നിട്ടുണ്ട്. ദെൻ അടിയിൽ ലെമൺ സീസർ അല്ലേ? നമ്മൾ നാരങ്ങ ഞെക്കിയൊക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലേ വീടുകളിൽ. ദെൻ നെക്സ്റ്റ് ബോട്ടിൽ ഓപ്പണർ യൂസ് ചെയ്തിട്ട് ബോട്ടിലിൻ്റെ ടോപ്പ് നമ്മൾ ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാൻ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ബോട്ടിൽ ഓപ്പണർ യൂസ് ചെയ്യാറുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ സിസേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു കട്ട് ദ പേപ്പേഴ്സൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിസേഴ്സ് യൂസ് ചെയ്യുന്നത്. ദെൻ പുള്ളി എന്തിനു വേണ്ടിയിട്ടാണ്? ടു ലിഫ്റ്റ് ദ വെയ്റ്റ്സ് അല്ലെ? വെല്ലിലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ? നമ്മളുടെ വാട്ടറിനെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുള്ളി യൂസ് ചെയ്യാറ്. ദെൻ നെക്സ്റ്റ് വീൽ ബാരോ അല്ലേ? വെയ്റ്റ്സ് ഒക്കെ ഒബ്ജക്ട്സ് ഒക്കെ ഒരു പ്ലേസിൽ നിന്നും മറ്റൊരു പ്ലേസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീൽ ബാരോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫിഗറിലാണെങ്കിൽ നമ്മൾ എന്താണ്? ആമർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു പ്ലക്ക് എ നെയിൽ ഓർ ടു പ്ലേസ് എ നെയിൽ അല്ലേ? ആണി പറിക്കാനോ ആണി അടിക്കാനോ ആണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ആമർ യൂസ് ചെയ്യുന്നത് അല്ലേ? ആമർ യൂസ് ചെയ്യുമ്പോൾ ആ വർക്ക് ആണി നമ്മൾ എന്ത് ചെയ്യാൻ? പ്ലക്ക് ചെയ്യാൻ, പറിച്ചെടുക്കാൻ അല്ലെ? ഈസി ആയിട്ട് തന്നെ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ആണി എന്ത് ചെയ്യാൻ? പ്ലേസ് ചെയ്യാൻ അല്ലെ? ഒരു വുഡിലോ എന്തിലേലും ഡോറിലോ ആണി പ്ലേസ് ചെയ്യാൻ ഈസി ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി ആമർ. അപ്പോൾ ഈസി ആയിട്ട് അവിടെ എല്ലാ വർക്ക് ഈസി ആക്കി തരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് സ്പാനറും സ്ക്രൂ ഡ്രൈവറും നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു യൂസ് ടൈറ്റ് ആൻഡ് ലൂസ് ദി നട്ടും ബോൾട്ടൊക്കെ നമ്മൾ ലൂസ് ചെയ്യാനും ടൈറ്റ് ചെയ്യാനാണ് ഹാമർ അതുപോലെ തന്നെ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്യാറ്. ഫോസപ്സ് ആണെങ്കിലോ ടു പിക്ക് ദ ഒബ്ജക്ട്സ്. നമ്മൾ ജ്വല്ലറി ഷോപ്സിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഫോസപ്സ് അല്ലെ? അവരുടെ കയ്യിലൊക്കെയാണ് കോമൺ ആയിട്ട് ഈ ഫോസപ്സ്. പിന്നെ നമ്മൾ ലാബുകളിലൊക്കെ ഈ ഫോസപ്സ് യൂസ് ചെയ്യാറുണ്ട് അല്ലെ? ചെറിയ തിങ്സിനെ നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോസപ്സ് യൂസ് ചെയ്യാറ്. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ ഒരു വർക്ക് ഈസിയർ ആക്കി തരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ നട്ട് ക്രാക്കർ യൂസ് ചെയ്തിട്ട് നമ്മൾ നട്ട്സ് ഒക്കെ ക്രാക്ക് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് തന്നിട്ടുള്ളത് ഏതാണ്?
നൈഫ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വെജിറ്റബിൾസ് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ അല്ലേ. അപ്പോൾ ആ വെജിറ്റബിൾസ് ഈസി ആയി കട്ട് ചെയ്യുന്നതോടെ നമ്മളുടെ വർക്ക് എന്താകുന്നു? ഈസിയർ ആയിട്ട് വരുന്നു. ദ ലെമൺ സ്ക്യൂസർ അല്ലേ, നാരങ്ങ ഞെക്കി യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ലെമൺസ് സ്ക്യൂസ് ചെയ്തെടുക്കാറുണ്ട്. അതിൻ്റെ നീര് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കാറുണ്ട് ലെമൺ ജ്യൂസിന്. ദെൻ നെക്സ്റ്റ് ബോട്ടിൽ ഓപ്പണർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു ലിഡിൻ്റെ ബോട്ടിൽ എന്ത് ചെയ്യാറുണ്ട്? ഓപ്പൺ ചെയ്തെടുക്കാറുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ സിസേഴ്സ് എന്താണ്? ടു കട്ട് ദി പേപ്പേഴ്സ് കട്ട് ചെയ്യാണ്. ദെൻ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് പുള്ളി എന്താ? ടു ലിഫ്റ്റ് ദ വെയ്റ്റ്സ് ഒക്കെ പൊക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുള്ളി യൂസ് ചെയ്യാറ്. ദെൻ നെക്സ്റ്റ് വീൽ ബാരോ എന്തിനു വേണ്ടിയിട്ടാണ്? ടു ട്രാൻസ്ഫർ ദ ഒബ്ജക്റ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്. ഒബ്ജക്ട്സിനെ ഒരു പ്ലേസിൽ നിന്നും മറ്റൊരു പ്ലേസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? വീൽ ബാരോ. അപ്പോൾ ഇതിലുള്ള ഈ ഫിഗേഴ്സിലുള്ള ഓരോ സിമ്പിൾ മെഷീൻസും നമ്മളുടെ വർക്കിനെ എന്താക്കി തരുന്നുണ്ട്? ഈസിയർ ആയിട്ട് തരുന്നുണ്ട് അല്ലേ. നമ്മൾ കുറച്ച് ഇഫേർട്ട് കൊടുത്താൽ മതി. കുറച്ച് ഇഫേർട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മളുടെ വർക്ക് എന്തായിട്ട് മാറുന്നുണ്ട്? ഈസി ആക്കി തരുന്നുണ്ട്. ഇത്തരം മെഷീൻസിന് പറയുന്ന പേരാണ് simple machine that make our work easier, that is called simple machines. Okay, then next all of you look at the figure. Observe the children playing on seesaw അല്ലേ. ഈ പിക്ചറിൽ കുറച്ച് ചിൽഡ്രൻസ് എന്ത് ചെയ്യുന്നുണ്ട്? സീസോ കളിക്കുന്നുണ്ട് അല്ലേ. നിങ്ങൾ കളിച്ചിട്ടുണ്ടോ? ഡിഡ് യു പ്ലേ വിത്ത് എ സീസോ കളിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? അല്ല, ഇവിടെ 3 ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ഓരോ ഫിഗേഴ്സിലുള്ള സീസോസ് നമുക്ക് നോക്കാം. ഇൻ ദ കേസ് ഓഫ് ഫസ്റ്റ് ഫിഗറിലാണെങ്കിൽ എന്താണ്? ദ ബിഗ്ഗർ ബോയ് ഹാസ് ഈസിലി ലിഫ്റ്റഡ് അപ്പ് ദി സ്മോൾ ചൈൽഡ് അല്ല. അവിടെയുള്ള ബിഗ്ഗർ ബോയ് എന്ത് ചെയ്യുന്നുണ്ട്? ആ സ്മോൾ ചൈൽഡിനെ ഈസി ആയിട്ട് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്, പൊക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഫിഗറിലാണെങ്കിലോ ടു ചിൽഡ്രൻസ് ബാലൻസിങ് ഈച്ച് അതർ ഓൺ ദി സെക്കൻഡ് സീസോനെ ബാലൻസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് സെക്കൻഡ് ഫിഗറിൽ കാണുന്നത്. ദെൻ ഇൻ ദി കേസ് ഓഫ് തേർഡ് ഫിഗറിലോ ദ സ്മോൾ ബോയ് ലിഫ്റ്റഡ് ദ ബിഗ്ഗർ ബോയ് അല്ലേ. അവിടെയുള്ള ആ ചെറിയ കുട്ടി ആരെ ഉയർത്തിയിരിക്കുകയാണ്? ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോയിനെ ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈച്ച് കേസിൽ എന്താ? ഡിഫറെൻറ്റ് പൊസിഷനാണ് ചേഞ്ച് ചെയ്ത് വന്നിരിക്കുന്നത് അല്ലേ. ഫസ്റ്റ് ഫിഗറിലുള്ള സീസോടെ ആ ഒരു ചിൽഡ്രൻസ് ഇരിക്കുന്ന പൊസിഷനും സെക്കൻഡിൽ ചിൽഡ്രൻസ് ഇരിക്കുന്ന പൊസിഷനും അതുപോലെ തന്നെ തേർഡിലിരിക്കുന്ന പൊസിഷനൊക്കെ ഒന്ന് നോക്കിയേ. ഇൻ ദ കേസ് ഓഫ് തേർഡ് ഫിഗറിലെ ആ സ്മോൾ ബോയ് ബിഗ് ബോയിനെ ലിഫ്റ്റ് ചെയ്യുന്ന കേസിൽ ആ ബോയുടെ പൊസിഷൻ എവിടെയാണ്? ആ ഹിഞ്ചിൻ്റെ അടുത്ത് ആ നടുവിലുള്ള പോർഷനില്ല, അതാണ് ഹിഞ്ച് എന്ന് പറയുന്നത്. ആ നടുവിലുള്ള പോർഷൻ്റെ അടുത്താണ് ബിഗ് ബോയ് ഇരിക്കുന്നത്. ആ പൊസിഷനിൽ ഇരിക്കുന്ന സമയത്താണ് ആര് ഹൈ ആയിട്ട് ലിഫ്റ്റഡ് ആയിട്ട് വരുന്നത്? സ്മോൾ ബോയ് ലിഫ്റ്റഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് ഇത്തരം സീസോസ് നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് അല്ലേ, നമുക്ക് എത്ര വെയ്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺസിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലിഫ്റ്റഡ് ആക്കി ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇത്തരം ഒബ്ജക്ട്സിനെ പറയുന്ന പേരാണ് ലിവേഴ്സ്. ഡിഡ് യു ഇയർ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ലിവേഴ്സ് ആർ റിജിഡ് റോഡ്സ് ദാറ്റ് ആർ ഫ്രീ ടു ടേൺ അബൌട്ട് എ ഫിക്സ്ഡ് പോയിന്റ് അല്ലേ. ഒരു ഫിക്സ്ഡ് പോയിന്റിൽ നിന്നും ഈസി ആയിട്ട് അതിനെ ടേൺ ചെയ്യാൻ പറ്റുന്ന ഡിവൈസസ് ആണ് ലിവേഴ്സ് എന്ന് പറയുന്നത്. ലിവേഴ്സ് ആർ സിമ്പിൾ മെഷീൻ ബിക്കോസ് ദേ മേക്ക് അവർ വർക്ക് ഈസിയർ. ലിവേഴ്സ് എന്താണ്? ലിവേഴ്സ് എന്തും കൂടിയാണ്? സിമ്പിൾ മെഷീൻസും കൂടിയാണ്. അത് നമ്മളുടെ വർക്കിനെ ഈസിയർ ആക്കി തരുന്നുണ്ട്. അപ്പോൾ അതിനൊരു ഫിക്സ്ഡ് പോയിന്റ് ഉണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള സീസോയിൽ ഒരു ഫിക്സ്ഡ് പോയിന്റ് ഇല്ല. ആ ഫിക്സ്ഡ് പോയിന്റിൽ നിന്നും അതിനെ ഈസി ആയിട്ട് അല്ലേ മൂവ് ചെയ്യാൻ പറ്റുന്നു. മൂവ് ടുവാർഡ്സ് ഈച്ച് അതർ അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എത്ര ഹെവി വെയ്റ്റ്സിനെയും അതിന് സിമ്പിളായിട്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വർക്കിനൊക്കെ അത് എന്താക്കി തരുന്നുണ്ട്? ഈസിയർ ആക്കി തരുന്നുണ്ട്. അത്തരം ഡിവൈസസിന് പറയുന്ന പേരാണ് ലിവേഴ്സ്. ഓക്കെ, then next let's we make a seesaw. നമുക്കൊരു സീസോ ഉണ്ടാക്കി നോക്കാം. So all of you look at the figure. The materials used to make a seesaw ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്? എ ലോങ് റൂളർ, ഒരു വലിയൊരു റൂളർ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 empty മാച്ച് ബോക്സ്, 2 empty ആയിട്ടുള്ള മാച്ച് ബോക്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 6 മാർബിൾസ്, ദെൻ നെക്സ്റ്റ് പെൻസിൽ ആൻഡ് ഡബിൾ സൈഡഡ് ഗം ടേപ്പ്. ഇത്രയും മെറ്റീരിയൽസ് ആണ് നമുക്ക് സീസോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഫിഗറിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫിഗറിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ടു മേക്ക് എ സീസോ, ഒരു സീസോ ഉണ്ടാക്കി നോക്കുക. സോ പ്ലേസ് എ മാച്ച് ബോക്സ് ഈച്ച് ഓൺ അതർ സൈഡ്. അവിടെ എങ്ങനെയാണ് സീസോ മേക്ക് ചെയ്തിട്ടുള്ളത്?
ആദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഡബിൾ സൈഡഡ് ഗം ടേപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ടേബിളിൽ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു പെൻസിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ദെൻ അതിൻ്റെയും ഓവറായിട്ട്, ആ പെൻസിലിൻ്റെ ഓവറായിട്ട് എന്ത് കീപ്പ് ചെയ്തിട്ടുണ്ട്, എ ലോങ് റൂളർ ഈസ് കീപ്പ് ഓവർ ദ പെൻസിൽ. പെൻസിലിൻ്റെ മുകളിലായിട്ട് ഒരു ലോങ് റൂളർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ 2 എൻഡ്സിൽ, 1 എൻഡിലാണെങ്കിൽ ഒരു മാച്ച് ബോക്സിൽ 1 മാർബിളും അതർ എൻഡിലാണെങ്കിലോ മാച്ച് ബോക്സ് വിത്ത് എത്ര മാർബിൾസ് ആണ്, 5 മാർബിൾസ്. അങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, ആ സീസോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റൂളറിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെയുള്ള ഓബ്ജക്ട്സിനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, ഉയർത്താൻ പറ്റും. നമുക്ക് ആ സ്മോൾ വെയിറ്റ് കൊണ്ട് തന്നെ, അല്ല ആ 1 മാർബിളുള്ള മാച്ച് ബോക്സിൽ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെയുള്ള 5 മാർബിൾസിൻ്റെ മാച്ച് ബോക്സുള്ള സൈഡ്സ് നമുക്ക് ഈസി ആയിട്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 5 മാർബിൾസ് ഉള്ള ആ സൈഡ് ഉണ്ടല്ലോ, അവിടുന്ന് ആ ഒരു സൈഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെയുള്ള വെയിറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു സൈഡ് നമുക്ക് ഈസി ആയിട്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ആ റൂളർ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, ഹിയർ ദ റൂളർ ആക്ട് ആസ് എ ലിവർ. ഇവിടെ റൂളർ ലിവർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ലിവേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുക. ഒരു ഫിക്സ്ഡ് പോയിന്റിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിനെ ഈസി ആയിട്ട്, അല്ലേ അതിൻ്റെ ഫിക്സ്ഡ് പോയിന്റ് കണ്ടില്ലേ, നമ്മൾ ആ ടാപ്പിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഫിക്സ്ഡ് പോയിന്റിൽ വെച്ചിട്ട് അതിൻ്റെ അടിയിലുള്ള ഒരു ഫിക്സ്ഡ്, ആ റൂളറിൻ്റെ അടിയിൽ വരുന്ന ഒരു ഫിക്സ്ഡ് പോയിന്റിൽ വെച്ചിട്ട് അതിനെ ഈസി ആയിട്ട് ടേൺ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അവിടെയുള്ള വർക്കിനെ ഈസിയർ ആക്കാൻ സാധിക്കും. അപ്പോൾ അവിടെയുള്ള റൂളർ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, ഹിയർ ദ റൂളർ ആക്ട് ആസ് എ ലിവർ ദാറ്റ് മേക്സ് അവർ വർക്ക് ഈസിയർ. അവിടെ ഉണ്ടാകുന്ന ഒരു വർക്കിനെ അല്ലെങ്കിൽ ഇഫേർട്ടിനെ, നമ്മൾ ചെയ്യുന്ന ആ ഒരു ഇഫേർട്ടിനെ ഈസിയർ ആക്കി തരുന്നുണ്ട്, അല്ലേ. ഈസി ആയിട്ട് അതിന് ഫ്രീ ആയിട്ട് 2 സൈഡിലും എന്ത് ചെയ്യാൻ പറ്റും, ടേൺ ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് വി ഹാവ് ടു സ്റ്റഡി ഫൾക്രം, ഇഫേർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ഫൾക്രം എന്താണ്, ഇഫേർട്ട് എന്താണ്, റെസിസ്റ്റൻസ് എന്താണെന്ന് നോക്കാം. സോ ഓൾ ഓഫ് യു ലുക്ക് അറ്റ് ദി ഫിഗർ. So see the picture, a man is lifting a big piece of rock with the help of crowbar. അല്ലേ, ഈ ഫിഗറിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മാന് ഒരു വലിയ ഹെവി സ്റ്റോൺ അല്ലെ ബിഗ് പീസ് ഓഫ് റോക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്, ഉയർത്തുന്നുണ്ട്. എന്ത് യൂസ് ചെയ്തിട്ടാണ്, ക്രോബാർ യൂസ് ചെയ്തിട്ട്. ക്രോബാർ യൂസ് എന്ന് വെച്ചാൽ കട്ടപ്പാറ പോലത്തെ എക്യുപ്മെൻറ്റ്സ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ട് ഒരു മാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈസി ആയിട്ട് ഒരു ഈസി ആയിട്ട് ഒരു ബിഗ് റോക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഹൗ ഇറ്റ് ഈസ് പോസിബിൾ, എങ്ങനെയായിരിക്കാം ഇവിടെ ഈ ഒരു പോസിബിൾ ആവുന്നത്, അയാൾക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് ഈ ബിഗ് റോക്കിനെ ഈസി ആയിട്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക, യൂസിങ് ദ ലിവർ. അവിടെ ലിവറായിട്ട് ആക്ട് ചെയ്യുന്നത് ഏതാണ്, നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ക്രോബാർ ആണ് അവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, ലിവറായിട്ട് ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ലിവറിൻ്റെ അടിയിൽ ബിലോ ദ ലിവർ കീപ് ദ സ്മോൾ സ്റ്റോൺ, അല്ലേ, ഒരു ചെറിയ സ്റ്റോൺ എന്തിൻ്റെ അടിയിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്, ആ ലിവറിൻ്റെ അടിയിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു സ്മോൾ സ്റ്റോൺ കീപ്പ് ചെയ്തിട്ടുള്ളത്, ഒരു ഫിക്സ്ഡ് പോയിന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഒരു സ്മോൾ സ്റ്റോൺ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്ലേസിൽ നിന്ന് തന്നെ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈസി ആയിട്ട് ക്രോബാർ യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബിഗ് റോക്കിനെ ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഒരു ഒബ്ജക്ട്സ്, ഹെവി ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ എന്ത് യൂസ് ചെയ്തിട്ട്, ലിവേഴ്സ് യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലേ. ഇൻ ദ കേസ് ഓഫ് JCBയിൽ നിങ്ങൾ കണ്ടിട്ടില്ല, ഒരുപാട് ഹെവി വെയ്റ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സിമ്പിൾ ലിവർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്, പൊക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ അതെന്താ ഡൗൺവേർഡ് പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, അല്ലേ, താഴത്തേക്കും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ വെയിറ്റ് ആൻഡ് ഒബ്ജക്ട്സിൻ്റെ അവിടെയുള്ള വർക്ക് എന്ത് ചെയ്യുകയാണ്, ഈസിയർ ആക്കി തരികയാണ് ചെയ്യുന്നത്. ഇത്തരം ഡിവൈസ് എന്ത് ചെയ്യുകയാണ്, അവിടെയുള്ള വർക്ക്സിനെ ഈസിയർ ആക്കി തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ലിവറാണ് ഇവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, ലിവർ ആക്ട് ആസ് എ സിമ്പിൾ മെഷീൻ ദാറ്റ് ഹെൽപ്പ് ടു റെഡ്യൂസ് അവർ വർക്ക്. അവിടെയുള്ള ആ ഒരു വർക്കിനെ റെഡ്യൂസ് ചെയ്തിട്ട് നമ്മളുടെ വർക്കിനെ ഈസിയർ ആക്കി തരുന്നുണ്ട്, അല്ലേ. സോ നെക്സ്റ്റ് വി ഹാവ് ടു സ്റ്റഡി ദ ടേംസ് ഫൾക്രം, ഇഫേർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ഈ ഫൾക്രം എന്താണ്, അപ്പോൾ ഈ കേസിൽ നോക്കുക, ഇപ്പോൾ ഈ മാന് ഒരു ബിഗ് റോക്കിനെ ലിഫ്റ്റ് ചെയ്യുന്ന കേസിൽ നോക്കാം, അവിടെ ഫൾക്രം എന്താണ്, അവിടുത്തെ ഫൾക്രം എന്ന് നമുക്ക് നോക്കാം. ദെൻ ഫൾക്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ പോയിന്റ് വിത്ത് വിച്ച് ലിവർ ടേൺ ചെയ്യാൻ, അല്ലേ, പൊങ്ങുന്ന ഒരു ഫിക്സ്ഡ് പോയിന്റ് ഉണ്ടാവില്ല, ആ ഒരു പോയിന്റിന് പറയുന്ന പേരാണ് ഫൾക്രം.
that is used to represent the F. ഈ ഫൽക്രത്തിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ ലെറ്റർ F എന്ന ലെറ്ററാണ് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ടേം ഇഫേർട്ട്. ഇഫേർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ഫോഴ്സ് വി അപ്ലൈ. അയാൾ ആ ഒരു ക്രോബാറിൽ എന്ത് കൊടുക്കുന്നുണ്ട്? ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. വെറുതെ ക്രോബാർ ലിഫ്റ്റ് ഓൺ ചെയ്ത് വരുന്നുണ്ടോ? അതിൻ്റെ എൻഡ് പൊസിഷനിൽ അല്ലേ, അതിൻ്റെ എൻഡിൽ അയാൾ എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആ ഫോഴ്സ് കൊടുക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇഫേർട്ട് എന്ന് പറയുന്നത്. ആ ഇഫേർട്ടിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഇ എന്ന ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ ഇ എന്ന ലെറ്റർ വെച്ചിട്ടാണ്. ദെൻ നെക്സ്റ്റ് വൺ റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ റെസിസ്റ്റീവ് ഫോഴ്സ് ഓവർകം ബൈ ദി ഇഫേർട്ട്. ഇഫേർട്ട് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു റെസിസ്റ്റീവ് ഫോഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റോ ബൈ പ്രൊഡക്റ്റോ റിസൾട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫിഗറിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ മേനെ അവിടെയുള്ള ആ ബിഗ് റോക്കിനെ ലിഫ്റ്റ് ചെയ്യുന്ന കേസിൽ ഫൽക്രം ഏതാണ്, ഇഫേർട്ട് ഏതാണ്, അതുപോലെ തന്നെ അവിടെയുള്ള റെസിസ്റ്റൻസ് ഏതാണെന്ന് നോക്കാം. അവിടെയുള്ള ഫൽക്രം, ആ ഫിക്സ്ഡ് പോയിന്റ് ഏതാണ്? ആ ടേൺ ചെയ്യുന്ന മൂവിങ് പൊസിഷൻ അല്ലേ, എല്ലാ പൊസിഷനിൽക്കും ടേൺ ചെയ്യുന്ന ഒരു ഫിക്സ്ഡ് പോയിന്റ് ഏതാണ്? അതിൻ്റെ അടിയിലുള്ള ആ ക്രോബാറിൻ്റെ അടിയിലൊരു സ്മോൾ സ്റ്റോൺ വെക്കുന്നുണ്ടല്ലോ, ആ ഒരു പൊസിഷനാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്? ഫൽക്രം എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ ഇഫേർട്ട്, അയാൾ എവിടെയാണ് ഇഫേർട്ട് കൊടുക്കുന്നത്? ആ ക്രോബാറിൻ്റെ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ അല്ലേ, സ്റ്റാർട്ടിംഗ് പൊസിഷനിലാണ് എന്ത് കൊടുക്കുന്നത്? അയാൾ അവിടെ ഇഫേർട്ട് കൊടുക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ റെസിസ്റ്റൻസ്. അവിടെ എന്തുണ്ടാവുന്നുണ്ട്? നമ്മളവിടെ ഇഫേർട്ട് കൊടുക്കുമ്പോൾ അവിടെയുള്ള ഒരു ബിഗ് സ്റ്റോണ് ലിഫ്റ്റഡ് ആയിട്ട് വരുന്നു, പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള റെസിസ്റ്റൻസ് എന്തിലാണ് ഉണ്ടാകുന്നത്? ആ ഒരു സ്റ്റോണിലാണ് അവിടെ എന്തുണ്ടാകുന്നത്? റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത്. സോ ഇൻ അവർ ഹോംസ് വി ആർ യൂസിങ് സിമ്പിൾ മെഷീൻസ് ടു റെഡ്യൂസ് അവർ ഇഫേർട്ട്. നമ്മളുടെ വീടുകളിലെ കിച്ചണിലൊക്കെ നമുക്ക് കിച്ചണിലായാലും നമ്മളുടെ വീടിൻ്റെ മറ്റു ആവശ്യങ്ങൾക്കായാലും നമ്മൾ ഇതുപോലത്തെ സിമ്പിൾ മെഷീൻസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഐ ആം ബ്രിങ്ങിങ് സം മെഷീൻസ് ഹിയർ. ഞാൻ കുറച്ച് മെഷീൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ലുക്ക് ഹിയർ, ദിസ് വൺ പ്ലക്കർ അല്ലേ, കിച്ചണിൽ നമ്മൾ വെസൽസ് ഒക്കെ പ്ലക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്ലക്കർ കൊണ്ടുവന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ സിസേഴ്സ്. സിസേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഈസി ആയിട്ട് പേപ്പേഴ്സൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിന് എന്ത് യൂസ് ചെയ്യുന്നത്? സിസേഴ്സ് യൂസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ സ്റ്റാപ്ലെയർ. സ്റ്റാപ്ലെയർ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ പിന്നൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാപ്ലെയർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സിമ്പിൾ മെഷീൻസിൻ്റെ ഫൽക്രം ഏതാണ്, റെസിസ്റ്റൻസ് ഏതാണ്, ഇഫേർട്ട് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഒരു സിമ്പിൾ മെഷീൻ തന്നിട്ട് അതിൻ്റെ ഫൽക്രം, ഇഫേർട്ട്, അതുപോലെ റെസിസ്റ്റൻസ് ഡിനോട്ട് ചെയ്യാൻ, അടയാളപ്പെടുത്താൻ നമുക്ക് അറിയണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഐ ആം ടേക്കിംഗ് എ സിസർ. ഇവിടെ ഞാനൊരു സിസർ എടുത്തിട്ടുണ്ട്. ഈ സിസറിൻ്റെ ഫൽക്രം എവിടെയാണെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ ഈസി ആയിട്ട് ടേൺ ചെയ്യാൻ പറ്റുന്ന ഇതിൻ്റെ ഒരു എന്ത് പൊസിഷനാ? ഫിക്സ്ഡ് പൊസിഷനാണ് ഇതിൻ്റെ ഫൽക്രം. അപ്പോൾ ഈസി ആയിട്ട് ടേൺ ചെയ്യുന്ന ഫിക്സ്ഡ് പൊസിഷൻ ഏതാണ്? അതിൻ്റെ സെൻറ്റർ പോയിന്റിൽ കണ്ടില്ലേ? ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റാണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത്? ഫൽക്രം എന്ന് അല്ലേ. രണ്ട് സൈഡിൽക്കും ഈസി ആയിട്ട് ടേൺ ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ ഒരു സെൻറ്റർ പോയിന്റിലുള്ള ഒരു ഫിക്സ്ഡ് പോയിന്റിനെയാണ് നമ്മൾ ഫൽക്രം. അപ്പോൾ സിസറിൻ്റെ ഫൽക്രം എവിടെയാണ്? ഇതിൻ്റെ സെൻറ്ററിലാണ്. ദെൻ നമ്മൾ എവിടെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്? ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്? അതിൻ്റെ ഈ ഒരു പിടിയിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഫോഴ്സ് കൊടുക്കുന്ന ഭാഗമാണ് ഇതിൻ്റെ ഇഫേർട്ട്. അപ്പോൾ ഈ രണ്ട് സൈഡാണ് എന്തെന്ന് പറയുന്നത്? ഇഫേർട്ട് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, നമുക്ക് എവിടെയാണ് റിസൾട്ട് ഉണ്ടാകുന്നത്? നമുക്ക് എവിടെയാണ് റിസൾട്ട് ഉണ്ടാകുന്നത്? ഇതിൻ്റെ എൻഡ് പൊസിഷനിൽ റിസൾട്ടിനെ അഥവാ വർക്കിംഗ് പ്ലേസ്. ഈ റെസിസ്റ്റൻസിനെ നമുക്ക് എന്തെന്നും കൂടിയും പറയാം? വർക്കിംഗ് പ്ലേസോ അല്ലെ ലോഡഡ് പ്ലേസോ. ലോഡ് നമ്മൾ കൊടുക്കുന്ന പ്ലേസോ അല്ല വർക്ക് നടക്കുന്ന പ്ലേസോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് എവിടെയാണ് ഉണ്ടാകുന്നത് അല്ലേ? പേപ്പേഴ്സ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കിയേ, ഇവിടെ വെച്ചിട്ടാണ് പേപ്പർ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് എവിടെയാണ്? ഇവിടെയാണ് ഈ ഒരു സിസറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇഫേർട്ട് എവിടെയാണ് കൊടുക്കുന്നത്? ഇവിടെ അല്ലേ. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഈ സൈഡിലും, ഇതിൻ്റെ ടേണിംഗ് പൊസിഷൻ വരുന്നത് ഇതിൻ്റെ മിഡിൽ പോയിന്റ്, ഫൽക്രം എന്ന് പറയുന്നത് മിഡിൽ പോയിന്റും റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ എൻഡ് പോയിന്റിലുമാണ്. ഇനി ഇൻ ദ കേസ് ഓഫ് സ്റ്റാപ്ലെയറിൻ്റെ ഫൽക്രം എവിടെയാണ്? ഇതിന് ഈസി ആയിട്ട് ടേൺ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മിഡിൽ പോയിന്റ് എവിടെയാണ്? ഇവിടെയാണ് ഇതിൻ്റെ ഫൽക്രം വരുന്നത്. ദെൻ നമ്മൾ എവിടെയാണ് ഇഫേർട്ട് കൊടുക്കുന്നത്? സ്റ്റാപ്ലെയർ ചെയ്യാൻ നമ്മൾ എവിടെയാണ് ഇഫേർട്ട് കൊടുക്കുന്നത്? ഈ രണ്ട് എൻഡിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഈ രണ്ട് എൻഡാണ് എന്തെന്ന് പറയുന്നത്? ഈ സ്റ്റാപ്ലെയറിൻ്റെ എന്ത് പൊസിഷൻ എന്ന് പറയുന്നത്? ഇഫേർട്ട് അഥവാ
ഫോഴ്സ് കൊടുക്കുന്നത്. ഇതാണ് ഈ സ്റ്റേപ്ലറിൻ്റെ ഇഫേർട്ടിൻ്റെ പ്ലേസ്. ദെൻ ഇതിൻ്റെ റെസിസ്റ്റൻസ് ഇത് എവിടെയാണ് നമ്മൾ ഇതിൻ്റെ വർക്ക് നടക്കുന്നത്? ഈ ഒരു പ്ലേസിലാണ് ഇതിൻ്റെ വർക്ക് നടക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഒബ്ജക്റ്റ് പ്ലക്കർ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? വെസൽസ് ഒക്കെ പ്ലക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഫൾക്രം എവിടെയാണ്? ഇതിൻ്റെ ഈ ഒരു മിഡിൽ പോയിന്റിൽ അല്ലെങ്കിൽ ഫിക്സ്ഡ് പോയിന്റിലാണ് ഇതിൻ്റെ ഫൾക്രം. ഇവിടെയാണ് നമ്മൾ ഇതിനെ പിടിക്കുന്നത്. ഈ പിടിക്കുന്ന ഭാഗത്താണ് നമ്മൾ ഇഫേർട്ട് എന്ന് പറയുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ ഇഫേർട്ട്. ദെൻ എവിടെയാണ് ഒബ്ജക്റ്റ് പിടിക്കുന്നത്? ഈ ഒരു എൻഡിലാണ്. ഇവിടെയാണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത്? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഒബ്ജക്ട്സും തന്നിട്ടുണ്ടെങ്കിൽ, സിമ്പിൾ മെഷീൻസ് തന്നിട്ടുണ്ടെങ്കിൽ ആ സിമ്പിൾ മെഷീൻസിൻ്റെ ഫൾക്രം, റെസിസ്റ്റൻസും ഇഫേർട്ടും എവിടെയാണെന്ന് നോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയണം. സോ look at the figure. The spoon as a lever. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ബോട്ടിലിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സ്പൂണ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? സ്പൂണിൻ്റെ ഡിഫറെൻറ്റ് പൊസിഷൻ വെച്ചിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ലിഡിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഏത് പൊസിഷനിലായിരിക്കാം ആ ടോപ്പ് ഓപ്പൺ ആവുന്നുണ്ടാവുക? ഏത് ഫിഗറിലായിരിക്കാം? ഇൻ ദ കേസ് ഓഫ് തേർഡ് ഫിഗറിൽ എന്തായിട്ട് ഈസി ആയിട്ട് നമുക്ക് ടോപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? അതിൻ്റെ ആ സ്പൂണിൻ്റെ പൊസിഷൻ നോക്കിയാൽ അതിൻ്റെ ആ സ്പൂണിൻ്റെ എൻഡ് പൊസിഷൻ വെച്ചിട്ട് നമുക്ക് ആ ലിഡിനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിഡ് ഈസി ആയിട്ട് ഓപ്പൺ ആവാം. അപ്പോൾ നമുക്ക് ലിവറിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ വർക്കിനെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ദെൻ നെക്സ്റ്റ് ഫിഗർ നോക്കുക കേട്ടോ. ദെൻ ലുക്ക് അറ്റ് ദി നെക്സ്റ്റ് ഫിഗർ. ഒബ്സർവ് ദ പിക്ചർ. വിച്ച് മെത്തേഡ് ഓഫ് ഡ്രോയിങ് വാട്ടർ ഈസ് ഈസിയർ അല്ലേ? രണ്ട് ഫിഗർ തന്നിട്ടുണ്ട്. ഒരു ഫിഗറിലാണെങ്കിലോ പുള്ളി യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടറിനെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് വെല്ലിൽ നിന്ന്. മറ്റേതാണെങ്കിലോ നമ്മളുടെ ഹാൻഡ് യൂസ് ചെയ്തിട്ടാണ് വാട്ടറിനെ ലിഫ്റ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ അതിൽ ഏത് മെത്തേഡ് യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ വർക്ക് ഈസിയർ ആയിട്ട് വരുന്നത്? പുള്ളി യൂസ് ചെയ്യുമ്പോഴാണോ അതോ ഹാൻഡ് യൂസ് ചെയ്യുമ്പോഴാണോ? ഏത് യൂസ് ചെയ്യുമ്പോഴാണ്? പുള്ളി യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് സിമ്പിളായിട്ട് വാട്ടറിനെ വെല്ലിൽ നിന്ന് ലിഫ്റ്റ് ചെയ്ത് വരാൻ പറ്റുള്ളൂ അല്ലേ? കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ പുള്ളി യൂസ് ചെയ്യുന്ന കേസിൽ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഇഫേർട്ട് കൊടുക്കുന്നത്? ഇങ്ങനെ പിടിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പുള്ളി വലിക്കാറ്. അപ്പോൾ നമ്മൾ ഇഫേർട്ട് എവിടേക്കാണ് കൊടുക്കുന്നത്? അവിടെയുള്ള ഇഫേർട്ട് അഥവാ ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണ്? ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ഹാൻഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ മുക്കുന്ന സമയങ്ങളിലാണെങ്കിലോ നമ്മൾ അവിടെ ഇഫേർട്ട് എവിടേക്കാണ് കൊടുക്കുന്നത്? അപ്വേർഡ് ഡയറക്ഷനിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ വർക്കിനെ ഈസി ആക്കാൻ പറ്റും. അപ്പോൾ ഡൗൺവേർഡ് ഡയറക്ഷനിൽ അല്ലേ? താഴേക്ക് വർക്ക്, അതിൻ്റെ പൊസിഷൻ താഴേക്ക് കൊണ്ടുവരിക. ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഡൗൺവേർഡ് ഡയറക്ഷനിൽ കൊണ്ടുവരുമ്പോൾ അവിടെയുള്ള വർക്ക് എന്തായിട്ട് വരുന്നുണ്ട്? ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ലിവറിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ട് വർക്ക് ഈസി ആക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ടും നമുക്ക് നമ്മുടെ അവിടെയുള്ള വർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആക്കാൻ സാധിക്കും. അപ്പോൾ പുള്ളി എന്നൊക്കെ പറയുന്നത് എന്താണ്? സിമ്പിൾ മെഷീൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ വീൽ ബാരോ, നമ്മൾ വെയ്റ്റ്സ് ഒക്കെ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് കൊണ്ടുപോകാൻ വീൽ ബാരോ യൂസ് ചെയ്യാറുണ്ട്. ആ വീൽ ബാരോ എന്താണ്? സിമ്പിൾ മെഷീൻസ് ആണ്. സോ ഐ ഹോപ്പ് ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ് ഇൻ ദിസ് ക്ലാസ് അല്ലേ? നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? സിമ്പിൾ മെഷീൻസ് എന്താണെന്ന് പഠിച്ചു അല്ലേ? നമ്മളുടെ വർക്കിനെ ഈസിയർ ആക്കുന്ന മെഷീൻസ് ആണ് സിമ്പിൾ മെഷീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ലിവേഴ്സ് എന്താണ്? സിമ്പിൾ മെഷീൻസ് ആണ്. ഹെവി ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ ഈസി ആയിട്ട് ലിഫ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നവയാണ് ആരെന്ന് പറയുന്നത്? ലിവേഴ്സ്. പിന്നെ അതുപോലെ തന്നെ ഫൾക്രം എന്താണ്? ഇഫേർട്ട് എന്താണ്? റെസിസ്റ്റൻസ് എന്താണെന്ന് പറഞ്ഞു അല്ലേ? സിമ്പിൾ മെഷീൻസിന് നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് പറഞ്ഞു. ആ സിമ്പിൾ മെഷീൻസിൻ്റെ ഫൾക്രം എവിടെയാണ്, അതുപോലെ ഇഫേർട്ട് എവിടെയാണ്, റെസിസ്റ്റൻസ് എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിച്ചു. ഫൾക്രം ആണെങ്കിൽ എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്? ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേണിംഗ് പോയിൻ്റാണ് ഫൾക്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ ഇഫേർട്ട് ആണെങ്കിലോ ദ ഫോഴ്സ് വി അപ്ലൈ, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിൻ്റെ പൊസിഷനാണ് ഇഫേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ the resistive force overcome by the ഇഫേർട്ട് മൂലം ഉണ്ടാകുന്ന ഒരു റിസൾട്ടൻറ്റ് ഫോഴ്സ് ആണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ resistance. So I would like to wind up in this class. See you next class. Assalamu alaikum. Take care.